ചിലപ്പോൾ കയറും. കാരണം വെസ്റ്റ് ബംഗാൾ കൂടെ കയറിയാൽ നമുക്ക് 200 കിലോമീറ്റർ ലാഭിക്കാമെന്നുള്ളൊരു മാപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. മുമ്പ് പോയിട്ടുള്ളത് റാഞ്ചി വഴിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതുവഴി പോകുമ്പോഴത്തേക്കും 200 കിലോമീറ്റർ അധികമാണ്. അപ്പൊ റാഞ്ചി കയറാതെ വെസ്റ്റ് ബംഗാൾ കയറി 200 കിലോമീറ്റർ ലാഭിച്ചു പോകാനാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പൊ ഏകദേശം നമുക്ക് 4-5 മണിക്കൂർ ലാഭിക്കാം. കൂടാതെ 200 കിലോമീറ്റർ പോകാനായിട്ട് 10-60 ലിറ്ററോളം നമുക്ക് വീണ്ടും അതിൽ നിന്ന് ഡീസലിന് ലാഭവും കിട്ടും. മൊത്തത്തില് വെസ്റ്റ് ബംഗാൾ കയറി പോകുന്നതാണ് ലാഭം, അല്ലേ? പോലീസിന്റെ ശല്യം കൂടുതലാണെന്നാണ് അറിഞ്ഞത്. അതായത് ചുമ്മാ കൈ കാണിക്കും, പൈസ മേടിക്കും, അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ഉണ്ടെന്നാണ് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത്. മൊത്തം കൃഷിയാണല്ലോ ജോലിയാ. നമ്മുടെ നാട്ടിൽ പാപ്പം വരുന്നത് ഇവിടെ നിന്നൊക്കെയാ. അല്ലെ, ധോണിയുടെ വീട് രാഞ്ചിയിലല്ലേ? കഴിഞ്ഞോളം പോയപ്പോ ധോണി എന്നെ വിളിച്ചായിരുന്നു വീട്ടിൽ വരാൻ. അത് ശരി. എന്നിട്ട് നമുക്ക് സമയമില്ല. നീ പറഞ്ഞോ? പെട്ടെന്ന് ലോൺ എടുക്കാൻ പോകണം. ഏത് മലയാളത്തിലാണോ പറഞ്ഞത്? കുറച്ച് ഹിന്ദി പറഞ്ഞു. दूसरे वाले के समय ദേഖേഗാ അപ്പടി അതേ. ഈ റൂട്ടിൽ ധോണി നോക്കി നിൽക്കുകയാണ്. ലാൽ ഭായ് ആപ് കിധർ ഹേ? ഒറ്റ വിളിയായിരുന്നു. ഒറ്റ വിളി. ജാർഖണ്ഡ് കയറി. ഇവിടുത്തെ ഭാഷ വ്യത്യാസമാണ്. ഒഡീഷയില് ഒഡിയ ഭാഷയാണ്. പിന്നെ ഇവിടുത്തെ ബോർഡുകളിലൊക്കെ ഹിന്ദിയാണ്. എല്ലാവർക്കും ഹിന്ദി അറിയാം. വെസ്റ്റ് ബംഗാളിൽ പോയാല് ബംഗാളി സംസാരിക്കുന്നവരാ, അവർക്കെല്ലാം ഹിന്ദി അറിയാം. പക്ഷെ എല്ലാവർക്കും തരത്തില് അത്യാവശ്യം എല്ലാവരും ഹിന്ദി സംസാരിക്കും. പിന്നെ പോകണ്ടെല്ലാം ബംഗാളി പോയ ബംഗാളി ഭാഷയാ, ഒറീസയിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും ഒഡിയ ഭാഷ. ജാർഖണ്ഡില് ഹിന്ദിയാ. പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കും ഇല്ലെങ്കിൽ തീർന്നു പോലെ എന്താണ് പറഞ്ഞത്? രാഗി വിട്ടതാ. നശിച്ചു പോകത്തുള്ളത് രാവിയല്ലേ? എന്താ പ്രശ്നം അറിയാമോ? നമ്മൾ ഇത്രയും ലോങ് വരുമ്പോ പൈസ കൊടുക്കാനാണെങ്കിൽ ഒരു 2000 രൂപ ഇവർക്ക് വെക്കേണ്ടി വരും. വെറുതെ കൊടുക്കേണ്ടി വരും. കൊടുക്കുന്നതിലും വെറുതെ ആണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പേര് വരും. നമ്മളെ കേരളത്തിലാണെങ്കിൽ ഇത് കണക്കുള്ള ഒരു പരിപാടിയും അല്ല. അങ്ങനെയല്ല, ഇവിടത്തേക്കും ജോലി, ഇവിടുത്തെ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ആർക്കും ജോലി ജീവിക്കാണ്. ഇത്രയും ട്രക്കുകൾ കൂടാ. ട്രക്കിലുള്ള ഇവിടുത്തെ നോർത്തിലുള്ള ഡ്രൈവർമാരെല്ലാം പൈസ കൊടുക്കും. 10 രൂപ 20 രൂപ വെച്ച് കൊടുക്കും. 6 പൈസ കൊടുത്താൽ അവര് പ്രാർത്ഥന നടത്തും. ഇവിടെയുള്ള ആൾക്കാര് ഇവരെ ഒരു വേറെ എന്തോ ഒരു രീതിയിലാണ് കാണുന്നത്. അതെങ്ങനെ പറയണം എനിക്കറിയില്ല. അവർക്ക് അതുകൊണ്ട് അവർ പൈസ കൊടുക്കും. നമ്മൾ